ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഒരു പ്ലേറ്റ് നിറയെ കിട്ടുകയും ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഇത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നോ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്ന പഴുത്തതുമല്ല എന്നാൽ പച്ചയല്ലാത്ത രീതിയിലുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇതാ പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കുക. ഇതിലേക്ക് 1/2 കപ്പ് സേമിയ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ റോസ്റ്റഡ് സേമിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് 1 കപ്പ് വെള്ളമാണ്. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഇതാ 2 മിനിറ്റ് ആയപ്പം തന്നെ നമ്മുടെ ഈ ഒരു സേമിയ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിലാവുമ്പോൾ തന്നെ നമുക്കിതൊന്ന് മാറ്റാം. എന്നിട്ട് ഇവിടെ ഒരു പാൻ ചൂടാക്കാം. പിന്നെ പാന് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് ഇത് കുറച്ചൊന്ന് കരിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് കറുത്ത മുന്തിരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത പഴം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അതും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾ പഞ്ചസാരൻ്റെ അളവ് കൂട്ടണം കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം മധുരമുള്ള പഴനായതുകൊണ്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ ഇട്ടെടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു പഴത്തിൻ്റെ കളറൊന്ന് മാറുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അപ്പാട് ഇത് മിക്സ് ചെയ്യാണ്ട് ഒരു കുറച്ച് ടൈം ഒന്ന് വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ മുട്ട ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സേമിയ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഒരുപാട് മിക്സ് ചെയ്തെടുക്കരുത്. അപ്പോൾ ഈ ഒരു സേമിയൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ ഇത് ഇതുപോലെ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉടഞ്ഞു പോകാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസും ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി സ്നാക്സാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്